മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 21/10/1984 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരമാണ് നക്ഷത്രം. പൂരം 2-ാം പാദം. മകരലഗ്നം. 2 ശൂന്യം, 3-ൽ ഗുളികൻ, 4 ശൂന്യം, 5-ൽ രാഹു, 6-7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ ചന്ദ്രൻ, 9 ശൂന്യം, 10-ൽ സൂര്യൻ, ശനി, ബുധൻ, 11-ൽ ശുക്രൻ, കേതു, 12-ൽ കുജൻ, ഗുരു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായി ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത്. എന്തുകൊണ്ടാണത്? ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പ്രധാന കാരണം, മൂല കാരണം എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. മുൻപ് കുറേ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. മകരലഗ്നം, ലഗ്നാധിപൻ ശനി ഉച്ചസ്ഥനായി നിൽക്കുന്നു തുലാത്തിൽ. ഒപ്പം നീചനായ സൂര്യൻ. മോശമാണ്, വളരെ മോശമാണ്. ഈ വ്യക്തിക്ക് നിരവധി രീതിയിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രം തന്നെയാണ് ഒരു ലൈഫിലൊരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത എന്ന് പറയുന്ന ഒരവസരം അല്ലെങ്കിൽ ഒരവസ്ഥ ഉണ്ടാവുക. ഏതൊരു ഗ്രഹനിലയിലാണെങ്കിൽ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ശനിയെയും സൂര്യനെയും, അതല്ല എങ്കിൽ പരസ്പരം ദൃഷ്ടിയിൽ നിൽക്കുന്ന സൂര്യനെയും ശനിയെയും വളരെയധികം ശ്രദ്ധിക്കണം, അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഇവിടെ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വലിയ ഒരു നെഗറ്റീവ് ഉണ്ട്. വിവാഹം ഡിവോഴ്സായി എന്ന് ഞാൻ പറഞ്ഞു. ലഗ്നാൽ 7 വിവാഹസ്ഥാനം, അധിപൻ ചന്ദ്രൻ ചിങ്ങത്തിൽ നിൽക്കുന്നു. നല്ലതല്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ സൂര്യൻ നീചനാണ്. ശത്രുവായ ശനിയോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഈ ശനി ലഗ്നാൽ 7-ലേക്ക് എന്ന് വെച്ചാൽ വിവാഹ സ്ഥാനത്തേക്ക് തൻ്റെ 10-ാം ദൃഷ്ടി നടത്തുകയും ചെയ്യുന്നു. വളരെ വളരെ മോശമാണ്. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സമീപനങ്ങൾ പാർട്ട്ണറിൽ നിന്നും ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള, ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ, ഇറിറ്റേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഉണ്ടായി, അത് കൂടി, അത് വർദ്ധിച്ചു. അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്നപ്പോഴാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും എത്തിയിട്ടുള്ളത്. അതിന് ഈ വ്യക്തിയുടെ ചിന്താഗതികളും തിരിച്ച് വിട്ടുകൊടുക്കാത്ത അല്ലെങ്കിൽ തർക്ക സ്വഭാവമുള്ള ഒരു മെൻറ്റാലിറ്റി ഈ വ്യക്തിക്കും ഉള്ളത് തന്നെയാണ്. കാരണം ലഗ്നാധിപൻ ശനി സൂര്യനോടൊത്ത് ബുധനോടൊത്ത് നിൽക്കുന്നു. അതിൽ ബുധനെ മാറ്റി നിർത്തിയാൽ സൂര്യൻ ശനി നേരത്തെ പറഞ്ഞു, അവിടേക്ക് രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടിയുണ്ട്. എങ്ങനെയുള്ള രാഹു? ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് രാഹു. പ്രസ്തുത രാഹു ലഗ്നാധിപനിലേക്കും ചന്ദ്രൻ നിൽക്കുന്ന 7-ാം ഭാവാധിപത്യം വഹിച്ച് ചന്ദ്രൻ നിൽക്കുന്ന 8-ൽ നിൽക്കുന്ന രാശിയുടെ അധിപനെയും ദൃഷ്ടി ചെയ്യുന്നു. ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് രാഹുവിൻ്റെ ദൃഷ്ടിയെ. കാര്യങ്ങളെ ഇറുക്കുന്നതിൽ രാഹുവിടെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ അല്ലെങ്കിൽ വ്യക്തമാക്കിയാൽ, ഇദ്ദേഹം നിലവിൽ സഞ്ചരിക്കുന്നത് 2018 ഡിസംബർ 18-ാം തീയതി തൊട്ട് രാഹുദശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വളരെ മോശപ്പെട്ട ഒരു സമയത്തിലൂടെ തന്നെയാണ്. 5-ലേക്ക് രാഹുവിനെ ഉച്ചനാണ് രാഹു ഇടവത്തിൽ എന്ന് ജ്യോതിഷം പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഉച്ചനാണ് എങ്കിൽ, ഉച്ചത്തിൽ നിൽക്കുന്ന രാഹു വളരെ നല്ലത് ചെയ്യുമെന്ന് പല ആളുകളും തർക്കിച്ചു പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഇത്രയും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ രാഹു ദശയിൽ തന്നെ സംഭവിച്ചു? അപ്പോൾ രാഹു എവിടെ നിന്നാൽ തന്നെയും, ഉച്ചനായാലും ശരി അല്ലെങ്കിലും ശരി, രാഹുവിനെ കൃത്യമായി ശ്രദ്ധിക്കണം. രാഹുദശയൊക്കെയാണ്, രാഹുവിൻ്റെ അപഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് ഒരു മുൻകൂർ ജാമ്യം എടുത്ത് തന്നെ വേണം ഏതൊരു വ്യക്തിയും, അത് ബലമുള്ള നല്ല ഗ്രഹനില കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെങ്കിലും ബുദ്ധിമുട്ടുള്ള, അല്പം നെഗറ്റിവിറ്റിയുള്ള, അത്തരം പാറ്റേണിലുള്ള ഒരു ഗ്രഹനിലയുള്ള ഒരാളാണെങ്കിലും രാഹുവിൻ്റെ അപഹാരം അതല്ല എങ്കിൽ ശനിയുടെയൊക്കെ, പ്രത്യേകിച്ചും
നീചനായിട്ടൊക്കെ നിൽക്കുന്ന ശനി, ഇവിടെ അത് ഉച്ചനാണ്, നീചനായിട്ടൊക്കെ നിൽക്കുന്ന ശനിയുടെ അപഹാരം ദശയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ചന്ദ്രബന്ധവും കൂടെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ രാഹു 5-ലാണ്, മനസ്സിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സൂത്രബുദ്ധികൾ അല്ലെങ്കിൽ കുറുക്കുവഴികൾ ആലോചിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറുക്കുവഴികൾ ഒരു കാരണവശാലും ആലോചിക്കരുത് ഇത്തരക്കാർ. കാരണം 10-ൽ കർമാധിപനായിട്ടുള്ള, പ്രത്യേകിച്ചും ലഗ്നാധിപൻ ഉപരി ഏതൊരു ഗ്രഹനിലയിലെയും കർമാധിപനാണ് ശനി. തൊഴിൽ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. രാഹുവിടെ 6-ാം ദൃഷ്ടി നടത്തുന്നു. അപ്പോൾ ഇത്തരം ആളുകൾക്ക് കുറുക്കുവഴികളിലേക്ക് രാഹുവിടെ പ്രേരണ നൽകും. വല്ലാത്തൊരു ടൈപ്പ് ഓഫ് ടെംപ്റ്റേഷൻ, ഒരു പുറകിൽ നിന്നുള്ള ഉന്ത് പോലെ രാഹുവിടെ പ്രേരിപ്പിക്കും. പക്ഷേ അതിൽ വീഴാൻ പാടില്ല ഒരു കാരണവശാലും. 10-ൽ ശനി ഉള്ളതുകൊണ്ട് തന്നെ സാത്വികമായ ജോലികൾ, സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ, സാത്വികമായിട്ടുള്ള വരുമാനമാർഗം സ്വീകരിച്ചു പോകുന്നതാണ് ഇത്തരക്കാർക്ക് ഏറെ അഭികാമ്യം. അതല്ല എങ്കിൽ 10 കിട്ടിയാൽ, 10 ലാഭം കിട്ടിയാൽ 100 നഷ്ടം വരുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ തന്നെ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ഇതേ പൊസിഷനിൽ നീചനായ സൂര്യനോടൊത്താണ് നിൽക്കുന്നത്. വളരെ മോശമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന, നിലവിലും ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, 10-ലെ സൂര്യൻ ശനി വളരെയധികം സൂക്ഷിക്കണം. ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ, 10-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അതുപോലെ വ്യാഴം, എല്ലാത്തിനും പരിഹാരമേകേണ്ടുന്ന വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം 12-ലാണ്, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് എന്നതൊഴിച്ചാൽ വ്യാഴം അത്ര വലിയ സ്വീകാര്യനൊന്നുമല്ല ഈ ഗ്രഹനിലയിൽ. പ്രത്യേകിച്ചും സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ വ്യാഴം 12-ൽ പോയി, 6, 8, 12 വ്യാഴത്തെ സംബന്ധിച്ച് അത്ര വലിയ ഗംഭീര പൊസിഷൻസ് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ അവിടേക്ക് ശനി, പ്രത്യേകിച്ചും രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് സൂര്യനോടൊത്ത്, പ്രത്യേകിച്ചും നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി കൂടി ഏൽക്കുമ്പോൾ വ്യാഴം ഒന്ന് കൂടെ വാടും. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് നോർമലി ആളുകൾക്ക് എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയമെടുക്കും എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട് സ്വല്പം നല്ല രീതിയിൽ സ്ട്രഗിൾസ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ സമയമെന്ന് പറയുന്നത് രാഹുൽ ശനിയാണ്. 24/1/2024 തൊട്ട് 30/11/2026 വരെ രാഹുവിൽ ശനി. 5-ൽ നിൽക്കുന്ന രാഹു ലഗ്നാധിപത്യം വഹിച്ച്, 2-ാം ഭാവാധിപത്യം, ധനസ്ഥാനമാണ് 2, 2-ാം ഭാവാധിപത്യം വഹിച്ച് ഉച്ചസ്ഥനായി 10-ൽ കർമ്മസ്ഥാനത്ത്, തൊഴിൽ സ്ഥാനത്ത് നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി. അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്ന രാഹു, അതിൽ രാഹുവിൻ്റെ ദശ നടക്കുന്നു, ശനിയുടെ അപഹാരം നടക്കുന്നു. പ്രത്യേകിച്ചും സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി, നീചനായ സൂര്യൻ, നീചനല്ലാത്ത സൂര്യനോടൊത്ത് ശനി നിന്നാൽ പോലും വളരെ അപകടമാണ്. അപ്പോൾ നീചനായ സൂര്യനോടൊത്ത് ഉച്ചനായ ശനി എന്ന് പറയുമ്പോൾ വളരെ മോശമാണ്. നമ്മൾ ഒരുപാട് രീതിയിൽ സമ്മർദ്ദങ്ങൾ കൊണ്ട് ചാടിക്കും. മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മ, ഒരു സമാധാനമില്ലായ്മ, ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്യാതെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കേൾക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഇറുകുന്ന അവസ്ഥ, ഒരു ദിവസം തന്നെ കഴിഞ്ഞു കിട്ടാൻ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ക്ഷമ കാണിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഇത്തരക്കാർക്ക് പൊതുവെ ഈ സമയത്ത് ഉണ്ടാകും. ഇവിടെ അതുണ്ട്. അതുപോലെ തന്നെയാണ് 3-ൽ നിൽക്കുന്ന ഗുളികൻ. 3-ൽ നിൽക്കുന്ന ഗുളികൻ, സഹോദരസ്ഥാനം, പ്രസ്തുത ഗുളികൻ. 4 വീടുമായി ബന്ധപ്പെട്ട സ്ഥാനം, മാതാവുമായി ബന്ധപ്പെട്ട സ്ഥാനം, 4-ലേക്കും ധനസ്ഥാനമായ 2-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അതായത് ഗുളികൻ്റെ 2-ാം ദൃഷ്ടി 4-ലേക്ക്, 12-ാം ദൃഷ്ടി 2-ലേക്ക്. ഈ 2 ഭാവങ്ങളും ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള ബ്ലോക്സ്, അപ്രതീക്ഷിതമായിട്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്സ് അനുഭവപ്പെടുക, ഒരു ലൂപ്പിൽപ്പെട്ടതുപോലെ, ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ലൂപ്പിൽപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ തോന്നുക, മനസ്സിനെ തളർത്തുക. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, വഴക്കുകൾ, ഭിന്നസ്വരങ്ങൾ ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. പ്രത്യേകിച്ചും 5-ൽ നിൽക്കുന്ന രാഹു തൻ്റെ 12-ാം ദൃഷ്ടി 4-ലേക്ക് നടത്തും. അപ്പോൾ വീട് സംബന്ധമായിട്ട് ഗുളികൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടേക്ക് തന്നെ 3, 6, 1, 7 സൂര്യനോടൊത്ത്, നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 7-ാം ദൃഷ്ടിയുമുണ്ട്. ശനിയുടെ ദൃഷ്ടി ഉടുത്തുമ്പോൾ അത് നീച ദൃഷ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട് എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ രാഹു തടസ്സം വയ്ക്കും, ഗുളികൻ തടസ്സം വയ്ക്കും, ശനിയും തടസ്സം വയ്ക്കും.
നാലാം ഭാവാധിപൻ കുജൻ 12-ലാണ്, നഷ്ടസ്ഥാനത്ത്, ശനിയുടെ ദൃഷ്ടിയിലാണ്. വളരെയധികം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരക്കാർ പോയി എടുക്കുന്നത്, വീടൊക്കെ പണയപ്പെടുത്തി എടുക്കുന്നത് വളരെ വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങേയറ്റം മോശമാണ്. ഇത്തരക്കാരുടെ ഏക പരിഹാരമെന്ന് പറയുന്നത് ഇത്തരം ബാധ്യതകളിൽ പോയി ചാടാതെ, അഥവാ ചാടിയാലും നോക്കിയാൽ കാണുന്ന ബാധ്യതകൾ മാത്രം തലയിലേറ്റി പോവുക എന്ന് പറയുന്ന ഒറ്റ പരിഹാരം മാത്രമേ ഇതിലൂടെ വർക്കാവുകയുള്ളൂ. അതല്ലാതെ വലിയ ബാധ്യതകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ഊരി വരാൻ ഒരു പക്ഷേ സാധിച്ചോണം എന്നില്ല. പ്രത്യേകിച്ചും നീണ്ടു നിവർന്ന് രാഹുദശ 2052 വരെ 2036 വരെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ 2018 തുടങ്ങിയ രാഹുദശ 2036 ഡിസംബർ 18 വരെ രാഹുദശയാണ്. അതിനുശേഷം വേണം വ്യാഴം വരാനായിട്ട്. വ്യാഴമാണെങ്കിൽ ഇവിടെ ശനിയുടെ ദൃഷ്ടിയിൽ പ്രത്യേകിച്ചും 12-ലാണ് നിൽക്കുന്നത്. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ വലിയ റിസൾട്ടുള്ള ഒരു പൊസിഷനിലല്ല വ്യാഴം നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, 4-ാം ഭാവവുമായി ഒരു പ്രശ്നമുണ്ട്. അതിന് പരിഹാരം ഒറ്റ മാർഗ്ഗമാണ്, വലിയ ബാധ്യതകളിലേക്ക് പോകാതിരിക്കുക. അല്ലാതെ ഇവിടെ ശയനപ്രദക്ഷിണം നേർന്നിട്ടോ അത് നടത്തിയിട്ടോ ഒന്നും പരിഹാരമല്ല. കൃത്യമായിട്ട് ആ ബാധ്യതകൾ എടുത്താൽ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് 100% ഉറപ്പുള്ള ബാധ്യതകൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ എടുത്തു വയ്ക്കുക. നല്ല രീതിയിൽ ആലോചിക്കുക. എടുത്തുചാട്ടങ്ങൾ ബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാതിരിക്കുക. അതാണ് അതിൻ്റെ ആസ്ട്രോളജിക്കൽ റെമഡി എന്ന് പറയുന്നത്. അതൊരു പ്രാക്ടിക്കൽ റെമഡി കൂടിയാണ്. ഇത് രണ്ടിനെയും ആ രീതിയിൽ തന്നെ എടുത്ത് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ 2ാം വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ശനിയുടെയൊക്കെ അപഹാരം നിർബന്ധമായും ഒഴിവാക്കി നിർത്തി വേണം ആലോചിക്കാനായിട്ട് ഇത്തരം വ്യക്തികൾ. ഒരബദ്ധം പറ്റിയതിന് പുറമെ വീണ്ടും അബദ്ധം പറ്റുന്നതിനേക്കാൾ നല്ലത് ഒരല്പം ആലോചിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് ഇതിൻ്റെ നെഗറ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് വലിയ രീതിയിൽ തന്നെ കുറയും. കാര്യം ചില പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിട്ടവട്ടത്തോടു കൂടി വളരെ ഹെവി ആയി ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതിനപ്പുറം റിസൾട്ട് തരാൻ സാധിക്കും. എന്ന് വച്ചാൽ 100-ൽ 100 മാർക്ക് തന്നെ കിട്ടും എന്നൊരർത്ഥം പരിഹാരം എന്ന വാക്കിനില്ല. നമുക്ക് ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കിട്ടും എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂരമാണ് നക്ഷത്രം. ശുക്രദശയിൽ ജനിച്ചു. 95 വരെ ശുക്രൻ, ശേഷം 2001 വരെ സൂര്യൻ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ 2011 വരെ, ശേഷം ചൊവ്വ 7 കൊല്ലം, ശേഷം രാഹു 2036 വരെ 18 കൊല്ലം, ശേഷം ഗുരു 2052 വരെ, ശേഷം ശനി 2071 വരെ, ശേഷം ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പു ദശ നേരത്തെ പറഞ്ഞു, രാഹുവിൽ ശനിയാണ്. 2024 ജനുവരി 24 തൊട്ട് 2026 നവംബർ 30-ാം തീയതി വരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ്. പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്യുക. ഈ പരിഹാരങ്ങളെന്ന് പേരിൽ ചെയ്തു വരുന്ന തലതിരിഞ്ഞ പരിഹാരങ്ങൾ നിർബന്ധമായും ഒഴിവാക്കാൻ ഇത്തരം വ്യക്തികളോട് ഞാൻ നിർബന്ധമായും കണിശമായും പറയാറുണ്ട്. പരിഹാരം എന്ന പേരിൽ ഒരുപാട് പേര് വിളിക്കുന്നത് അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടാണ്. അബദ്ധങ്ങളാണ് പരിഹാരം എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മഴവെള്ളം പോലെ. അപ്പോൾ അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു 30-40% ഒരു പോസിറ്റിവിറ്റി വരും. ശേഷമാണ് ഗുണകരമാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു 50, 60, 70% വരെ പോസിറ്റീവായി നിൽക്കും. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.